ഇതിൻ്റെ രണ്ട് മുട്ടുകളും നീര് വെച്ച് വീർക്കുകയും കൈകൾ രണ്ടും വളഞ്ഞ് ഒരു വില്ല് മാതിരി ഇരിക്കുകയുമായിരുന്നു. കഴുത്ത് തിരിക്കാനോ പുറകോട്ട് നോക്കാനോ നേരെ ചൊവ്വയൊന്നും നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. ചെറിയൊരു മാറ്റം എന്നുള്ളതല്ലാതെ വേറെ വലിയൊരു മാറ്റമൊന്നും ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കണ്ടില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ പോയി ആ തൈലം തൂത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ ജപമാല ചെല്ലുമ്പോഴൊക്കെ ആ തൈലം തൂത്ത് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചു, ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പതിയെ എൻ്റെ നീരുകളും വേദനകളും എല്ലാം കുറഞ്ഞ് എനിക്ക് പള്ളിയിൽ പോകാനും എനിക്ക് നന്നായി നടക്കുവാനും ഒക്കെ സാധിച്ചു. ഇപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് എൻ്റെ കൈയൊക്കെ വളഞ്ഞു പോയ കൈകളിപ്പോൾ എനിക്ക് നന്നായി ഉയർത്താനായിട്ടും എനിക്ക് കഴുത്ത് നന്നായി തിരിക്കാനായിട്ടും ഒക്കെ സാധിക്കുന്നുണ്ട്.